നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ 24-ലെ അഭിമുഖം വന്നതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു 11,000 പേർ അതിന് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ 10,000 പേരും തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകൾ തന്നെയാണ് അതിലേറെയും കണ്ടുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ അപ്പായി മണിക്കൂറിനുള്ളിൽ തന്നെ ലക്ഷ്മി പത്മ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായിരുന്നു. അതിൽ ഒരു നയാ പൈസ പോലും മൂന്നാമത്തെ പരാതിക്കാരിൽ നിന്നും ഞാൻ വാങ്ങി എന്നതിന് തെളിവുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചിരുന്നു. ഇത് വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ടാണ് ലക്ഷ്മി പത്മ തന്റെ കയ്യിലുള്ള ചില ചാറ്റുകൾ പുറത്തുവിട്ടത്. എന്നാൽ ആ ചാറ്റുകൾ മണിക്കൂറുകൾക്കകം തന്നെ വലിയൊരു കെണിയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അത് മറ്റാരുമല്ല, ഫെനിയ നയനാണ് അതിനുള്ള ചില വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ലക്ഷ്മി പത്മ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെയും ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പുറത്ത് വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട്. ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് മുഖത്ത് തുപ്പിയെന്നും ആരോപണം ഉന്നയിച്ച പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടം MLAക്ക് അതിനുശേഷവും ഷാമ്പുവും ഫേസ് വാഷും ഈ കസ്റ്റമൈസ്ഡ് കീ ചെയിനും വാച്ചും ചെരുപ്പും ഈ ഗോട്ട് മിൽക്കും ഒക്കെ വാങ്ങിക്കൊടുത്തുവെന്ന് സൂചിപ്പിക്കുന്ന താങ്കളുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടു. 3 തവണയായി 20,000 രൂപ പണമായി അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം തനിക്ക് അവർ പണം അയച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് താൻ 1 രൂപയെങ്കിലും അവരോട് ആവശ്യപ്പെട്ടതിന്റെ തെളിവ് പുറത്തുവിടാനാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ? ലക്ഷ്മി പത്മ 20-ൽ പരം സ്ക്രീൻഷോട്ട് ഇട്ടതിൽ നിന്ന് 1 തവണ പണം അയച്ചതിന്റെ മാത്രം ഏത് മാസത്തിലാണ് അയച്ചത് എന്ന് മറച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ്? ഉത്തരം ഞാൻ തന്നെ പറയാം. ഏപ്രിൽ 14, 2024 നിങ്ങൾ മറച്ച ആ ഡേറ്റ്. ഏപ്രിൽ 14-ന്റെ പ്രത്യേകത എന്നാൽ ബലാത്സംഗം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഏപ്രിൽ 8 കഴിഞ്ഞ് കൃത്യം 6 ദിവസത്തിന് ശേഷമുള്ള ഡേറ്റ് ആണ് താങ്കൾ പണം അയച്ച തീയതി മറയ്ക്കാൻ കാരണം. ബലാത്സംഗം ചെയ്ത മുറിവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ മുറിവ് മായും മുൻപേ 10,000 രൂപ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കുന്ന ആൾക്ക് കൊടുത്തതിന്റെ ലോജിക്ക് താങ്കൾക്ക് പോലും ദഹിക്കാത്തത് കൊണ്ടാകും അല്ലേ? എന്തായാലും ഈ ഒരു ചോദ്യം, ഫെനി നയനാൻ ചോദിച്ചിരിക്കുന്ന ഈ ഒരു ചോദ്യം മാധ്യമപ്രവർത്തകരെ വെട്ടിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ്, ഇതേ ധാർമ്മികത തന്നെയാണ് ഇവിടുത്തെ പല ജനങ്ങൾക്കും തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും പിന്തുണയേറുന്നത് ഉള്ളതാണ്. പരാതിക്കാരുടെ ഉറവിടം തന്നെയാണ് പലർക്കും പല ചോദ്യങ്ങളും ചോദിക്കാനുള്ള കാരണം. അതായത് കോടതി പോലും ചില കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന, കോടതി പോലും ചില കാര്യങ്ങൾ വളരെ പ്രധാനത്തോടു കൂടി കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യം തന്നെയാണ് ഇവിടെ വലിയ വലിയ സംഭവ വികാസങ്ങളായി ഇവിടെ പലരും കത്തിച്ചു വിടുന്നത്. എന്തായാലും കത്തിച്ചുവിട്ട പല റോക്കറ്റുകളും അതേപടി തിരിച്ച് തന്റെ കൂരിലേക്ക് വന്ന് പൊട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.